രക്ഷയിൻ ഗോപുരം യേശുവല്ലോ എന്നെ നടത്തുന്നവൻ. ദുഃഖങ്ങളിൽ അവൻ ആശ്വാസമേകിടും, അരുളിടും തിരുവചനം. ദുഃഖങ്ങളിൽ അവൻ ആശ്വാസമേകിടും, അരുളിടും തിരുവചനം. രോഗക്കിടക്കയിൽ കരങ്ങളാൽ താങ്ങുന്ന അത്ഭുത വൈദ്യനാവൻ. രോഗക്കിടക്കയിൽ കരങ്ങളാൽ താങ്ങുന്ന അത്ഭുത വൈദ്യനാവൻ. എൻ കണ്ണുകളാൽ ഞാൻ നോക്കിടുന്നു സംഗീത നഗരമതിൽ. എൻ രക്ഷയിൻ ഗോപുരം യേശുവല്ലോ എന്നെ നടത്തുന്നവൻ. എൻ രക്ഷയിൻ ഗോപുരം യേശുവല്ലോ എന്നെ നടത്തുന്നവൻ.
മാസം 3-ാം തീയതി ദൈവസന്നിധി കടന്നത് എല്ലാവരെയും ഞാൻ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുമ്പോൾ ഇന്ന് പകൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യത്തിൽ യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, അവന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ അവൻ തന്ന വലിയ കൃപയെ ഓർത്ത് നമുക്ക് ഒന്നിച്ച് നന്ദി പറയാം. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ കരങ്ങൾ ഉയർത്തി ഞങ്ങളോടൊപ്പം അത്ഭുതമന്ത്രിയായവൻ, വീരന ദൈവമായവൻ, ആഴ്ചയുടെ അവസാന പ്രവൃത്തി ദിവസത്തിൽ നമ്മൾ ഒന്നിച്ച് ചേർന്ന് യു ആർ ഹോളി, യു ആർ ഹോളി, യു ആർ ഹോളി, ആ കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തിക്കൊണ്ട് യു ആർ ഹോളി, യു ആർ ഹോളി, യു ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ ഞങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ഇന്നത്തെ പകലത്തെ ആരാധന എല്ലാവരും ജീവിതത്തിൽ വ്യക്തമായ വിടുതലും സൗഖ്യത്തിനും അനുഗ്രഹത്തിനും ഉതകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒന്നിച്ച് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണ ബലത്തോടെ യു ആർ ഹോളി, യു ആർ ഹോളി, അവൻ സർവശക്തൻ, you are holy, oh yes Jesus, you are holy, ഒന്നിച്ച് ചേർന്ന് you are holy, you are worthy, 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 സർവശക്തനേ, you are worthy, you are worthy Lord, you are worthy, 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 you are worthy Lord, you are worthy, you are worthy. സൗമ്യ എന്ന് പറഞ്ഞ ഒരു ആൻറ്റി വിളിച്ചിരുന്നു. മകന് ഇൻഫെക്ഷൻ ആയിരുന്നു. ബ്രെയിൻ കെയറിൽ പ്രാർത്ഥിച്ചതിന് ഫലമായി യേശു അവർക്ക് സൗഖ്യം നൽകി. ഈ വിഷയം അവർ വിളിച്ചു പറയാൻ ഭയങ്കര സന്തോഷം അവരുടെ ആ വാക്കുകളിൽ പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു. ആ ജീവിതങ്ങൾ ആ പ്രാർത്ഥനയിലൂടെ കാണിക്കുന്ന ആത്മാർത്ഥത, ദൈവം അവർക്ക് നൽകുന്ന വിടുതലുകൾ അവരുടെ ജീവിതത്തിന് ആകെപ്പാടെയുള്ള ഒരു മാറ്റത്തിന് തന്നെ കാരണമായി തീരുക. സൗഖ്യം മാത്രമല്ല, അവരുടെ ആ ജീവിതത്തിന്റെ സ്വഭാവത്തിന് വരെ ദൈവം മാറ്റം കാണുന്നുണ്ട്. അവരുടെ ആ വിശ്വാസം അവരുടെ ആ ജീവിതത്തിൽ വളരെയേറെ പ്രതിഫലിക്കുന്നു. അതുപോലെ കൊല്ലത്ത് നിന്ന് ജോബോളെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്, ചേച്ചിയുടെ മകൾക്ക് പനി കൂടുതലായപ്പോൾ പ്രിയങ്കയിൽ പ്രാർത്ഥിച്ചു, പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു എന്ന്. അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് ഹെലൻ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്, അമ്മയ്ക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, ആ സമയത്ത് പ്രിയങ്കയിൽ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചു, പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി.
സൗമിനി കീഴാർന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് മാർച്ച് 30-നകം ലോൺ അടച്ചില്ലെങ്കിൽ കേസാകുമായിരുന്നു. എന്നാൽ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് അവർക്ക് 1 മാസം നീട്ടി കിട്ടുവാനായിട്ട് ഇടയായിട്ട് സാവകാശം ലഭിച്ചു എന്നുള്ളത്. അതുപോലെ തന്നെ മകന് ചന്ദ്രിക എന്ന് പറയുന്ന മാതാവ് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു പറഞ്ഞ മകന് പുഷ്ടിയില്ല, ആരോഗ്യമില്ല. പ്രേം കേരളയിൽ വിളിച്ചു പ്രാർത്ഥിച്ചു, വളരെയേറെ മാറ്റം മകനിൽ കാണാണ്ട് നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം ദൈവം പ്രദാനം നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ വിളിച്ചു പറയാനായിട്ട് ഇടയായിത്തീർന്നു. പിന്നെ നമ്മൾ ഓരോരുത്തരും വിചാരിക്കും ചെറിയ വിഷയമാണല്ലോ, അല്ലെങ്കിൽ ആ വിഷയം പറയാൻ പറ്റുമോ. ഇന്നലെ ഒരു മാതാവ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ആദ്യമായിട്ട് അവർ വിളിക്കുകയാണ്, ഇത് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ അവർക്ക് ആ വിഷയത്തെ പറയണ്ടേ എന്നുള്ള അവർക്കറിയില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കാം, എന്ത് വിഷയമുണ്ടെങ്കിലും എന്തായിക്കോട്ടെ. മകളുടെ വിഷയം പറയാനായിട്ടാണ് ആ മാതാവ് വിളിച്ചിരുന്നത്. അവരോട് പറയാനായിട്ട് ഇടയായിത്തീർന്നു. എന്ത് വിഷയമാണേലും പറയാനായിട്ട് ഇടയായിത്തീർന്നു. നിങ്ങൾക്ക് പറയാം, തുറന്ന് പറയാം, സംസാരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ആ മാതാവ് ഓരോ 1 by 1 ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. വളരെയേറെ വിലാപത്തോടെ അവരുടെ വിഷയങ്ങളെ സമർപ്പിക്കാൻ തുടങ്ങി. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പറയാം, ഇത്ര വലിയൊരു സമാധാനം ദൈവം ഞങ്ങൾക്ക് നൽകി. ബ്രദറെ, ഇതിൻ്റെ അത് വിഷയം എന്ന് പറഞ്ഞാല് നമ്മളെ കേൾക്കുന്നവരെ, മറ്റുള്ളവർക്ക് ഈ വിഷയം എങ്ങനെ, അത് അനുഭവിക്കുന്നവർക്ക് ചെറിയ വിഷയം എന്ന് പറഞ്ഞാൽ അവരെ വലിയൊരു വിഷയമാണ്. അതേ ഇതിനകത്തിലാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ചിന്താഗതിയല്ല. അവർ വിളിച്ചു പറയുന്നവര് ചെറിയ വിഷയമാണെങ്കിലും അവർക്കത് വലിയ വിഷയമാണ്. നമ്മളും അതിനെ അതേ ഇതായിട്ട് കാണുകയാണ്, അതേ വലിയ വിഷയമായിട്ട് ആ ഇതിലാണ്. കൊല്ലത്തുനിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് കാൽമുട്ടിന്റെ പ്രയാസങ്ങളാൽ ഭാരപ്പെട്ടവർക്ക് PK-യിലേക്ക് വിളിച്ചു പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതമായ സൗഖ്യം മകൾക്ക് കൊടുത്തു എന്ന് ദൈവത്തിന് വലിയ പ്രവർത്തിക്കായി നന്ദി പറയാം. ആൻറ്റി, ഇതുപോലെ ഷൈജു നെയ്യാറ്റിൻകരന്ന് വിളിച്ചു പറഞ്ഞ രാവിലെ വലിയ നടുവേദന അനുഭവപ്പെട്ടു. ഈ അനുഭവം ആദ്യം അവർ ചെയ്തത് പ്രേം കേരളയിൽ വിളിച്ച് പ്രാർത്ഥിച്ചു, പൂർണ്ണ സൗഖ്യം ലഭിച്ചു എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്ന് ലളിതാംബിക എന്ന് പറയുന്ന ഒരു ആൻറ്റി വിളിച്ചിട്ട് പറയാം, മകൾ രശ്മിക്ക് എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാമിന്, ഫസ്റ്റ് ഇയറിലെ എക്സാമിന് ഒരു സബ്ജക്റ്റ് ആ മകൾക്ക് കിട്ടിയില്ല. വളരെയേറെ ഭാരപ്പെട്ടിരുന്ന സമയത്ത് അവരെ വിളിച്ച് പ്രാർത്ഥിച്ചു. മകള് സൺഡേയിൽ വീണ്ടും റീ എക്സാം എഴുതി, നല്ല മാർക്ക് ലഭിച്ചു, പാസ്സായി. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി, ദൈവത്തിന് നന്ദി അവർ പറയുന്നു. അതുപോലെ CG എറണാകുളത്ത് നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് മക്കളുടെ പരീക്ഷയുടെ സമയത്ത് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു, അതിന്റെ ഫലമായിട്ട് അവർക്ക് എല്ലാവരും പാസ്സായി എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ കാട്ടാക്കടയിൽ നിന്ന് സുജ വിളിച്ചിരിക്കുന്നു, പ്രേം കേരളയിൽ പ്രാർത്ഥിച്ചു, ചേച്ചിയുടെ ബ്ലീഡിങ് നിന്നു, അമ്മയ്ക്ക് ഇപ്പോൾ സുഖമില്ലായിരിക്കുന്നു, അതിനെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഓരോ വിഷയം പറയുമ്പോഴും അവരുടെ ആ വിഷയം, ആദ്യമേ ഒരു വിഷയം വിളിച്ച് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ആ ഒരു ദൈവിക സൗഖ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം അനുഭവപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാൻ, അവരുടെ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ദൈവത്തോട് പറയുവാനായിട്ടുള്ള ഒരു അവരുടെ ഹൃദയത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. മറ്റു കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായെങ്കിൽ ടെൻഷൻ അടിച്ച് അവിടെ ഇരുന്ന സമയത്ത് ഇവർക്ക് പ്രാർത്ഥന, ഈ ഒരു പ്രോഗ്രാം കിട്ടിയത് മൂലം അവർക്ക് വീണ്ടും ദൈവത്തോട് കൂടുതൽ സംസാരിക്കുക, അടുക്കുക, വലിയൊരു വഴിയാണ് തുറന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആന്റി വിളിച്ച് പറയാനായിട്ട് ഇടയായിരുന്നു. അനേകർ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. പല പ്രശ്നങ്ങളിൽ കൂടി പോകുന്ന, രോഗത്തിൽ കൂടി പോകുന്നവര്, സാമ്പത്തികമായ കെടുതികളിൽ കൂടി പോകുന്നവര്, അതുപോലെ കുടുംബത്തിൽ സമാധാനമില്ലാതെ അനേകർ വിളിച്ചു പറയുന്നുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിളിച്ചു ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ആന്റി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനാം ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് നിന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. യേശുവിന്റെ നാമത്തിൽ കടന്നു വന്ന സകല വിഷയത്തിന്റെ മേലും അങ്ങയുടെ അത്ഭുതമാർന്ന കരം വെക്കുന്നതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ അത്ഭുത വിടുതൽ അവർ അനുഭവിക്കട്ടെ കർത്താവേ. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത വിടുതലുകൾക്കായി നന്ദി പറയുന്നു കർത്താവെ. പരീക്ഷ പാസ്സാകുവാനുള്ള കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ, ഇന്റർവ്യൂവിൽ നിന്ന് കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ മേൽ ദൈവത്തിന്റെ സമൃദ്ധി വെളിപ്പെടുവാനിടയാകട്ടെ. ഏറ്റവും നന്നായി പെർഫോമൻസ് ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ജ്ഞാനത്തെ തുറന്നു കൊടുത്ത് അവരെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. പാതാളത്തെ ജയിച്ചവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. അതുകൊണ്ട് ഒന്നിച്ചു ചേർന്ന് ഹല്ലേലൂയാ ഹോസന്ന, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയാ ഹോസന്ന, ഹല്ലേലൂയാ ഹോസന്ന, ഹല്ലേലൂയാ ഹോസന്ന, മരണത്തെ ജയിച്ച യേശുവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ
ഓ അവനെ നമ്മൾ പാടി ആരാധിക്കുമ്പോൾ യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാ നമ്മിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. ആകെ നമ്മുടെ ശരീരത്തിൽ നേരിടുന്ന രോഗമല്ല, നമ്മുടെ സാഹചര്യമല്ല നമ്മളെ മുൻപോട്ട് നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. മറിച്ചോ യേശുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ അവന്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇന്ന് പകൽ ആ ദൈവിക ജീവനോടുകൂടെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ, ഒരുപക്ഷെ ഭവനത്തിലായിരിക്കാം, ഹോസ്പിറ്റലിൽ നിന്നായിരിക്കാം ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്, ഓഫീസിലോ വീടുകളിലോ പൊതുസ്ഥലങ്ങളിലോ ആയിരുന്നായിരിക്കാം. പക്ഷെ ആ സ്ഥലങ്ങളിൽ ഒന്നിച്ച് ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്, ആ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അനുഭവിച്ചുകൊണ്ട് ചേർന്ന് ഞങ്ങളോടൊപ്പം Hosanna, Hallelujah, Hosanna, Hallelujah, Hosanna, Hallelujah, Hosanna. உயிரோடு எழுந்தவரே ஆராதனா செய்கிறோம். ஜீவனின் அதிபதியே உன்னை ஆராதனா செய்கிறோம். உயிரோடு எழுந்தவரே உன்னை ஆராதனா செய்கிறோம். உன்னை ஆராதனா செய்கிறோம். அல்லேலூயா ஹோசன்னா, அல்லேலூயா ஹோசன்னா, அல்லேலூயா ஹோசன்னா, Alleluia, Hosanna, Alleluia, Hosanna, Alleluia, Hosanna, Alleluia, Hosanna, Alleluia, Hosanna. പകൽ നമ്മൾ ദൈവസാന്നിധ്യം നിറഞ്ഞ് ആ യേശുവിനെ ആരാധിക്കുമ്പോൾ ഒന്നിച്ച് നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് പാൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 4 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 4 മുതൽ 15 വരെ. ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 8 വേഴ്സ് 4 to 15 ഒന്നിച്ച് നമുക്ക് വായിക്കാം. 4-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: പിന്നെ വലിയൊരു പുരുഷാരവും ഓരോ പട്ടണത്തിൽ നിന്നും അവന്റെ അടുക്കൽ വന്നവരും ഒരുമിച്ച് കൂടിയപ്പോൾ അവൻ ഉപമയായി പറഞ്ഞത്, വിതയ്ക്കുന്നവൻ വിതയ്പ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, ചവിട്ടിപ്പോകുകയും ആകാശത്തിലെ പറവജാതി അതിനെ തിന്നുകളയുകയും ചെയ്തു. മറ്റു ചിലത് പാറമേൽ വീണു, മുളച്ച് നനവില്ലായികയാൽ ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനടിയിൽ വീണു, മുള്ളും കൂടെ മുളച്ചു, അതിനെ ഞെരുക്കി കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, മുളച്ച് 100 മേനി ഫലം കൊടുത്തു. ഇത് പറഞ്ഞിട്ട് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു. നമ്മൾ വായിച്ച ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 4 മുതൽ 9 വരെയുള്ള 8 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. നമ്മൾ ഇന്ന് പാൽക്കാലം ധ്യാനിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞ 4-ാമത്തെ വാക്യം മുതൽ 15-ാമത്തെ വാക്യം വരെ. ഇവിടെ യേശു അനേകം ഉപമകളിലൂടെ തന്റെ ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ആദ്യമായി ഉപയോഗിച്ച ഒരു ഉപമയത്രേ ഈ നല്ല വിതക്കാരന്റെ ഒരു ഉപമ. ഇവിടെ ഇങ്ങനെ വായിക്കുന്നു: വിതക്കാരൻ വിതപ്പാനായി പുറപ്പെട്ടു. അവൻ വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, ചിലത് പാറമേൽ വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, മറ്റു ചിലതോ നല്ല നിലത്ത് വീണു. മറ്റു 3 നല്ല രീതിയിൽ ഫലം കൊടുക്കാതെ ഇരുന്നപ്പോൾ 4-ാമത് നല്ല നിലത്ത് വീണ വിത്തിനെ കുറിച്ച് യേശു തന്നെ പറഞ്ഞു, അത് 100 മേനി ഫലം കൊടുത്തു എന്ന്. പ്രിയമുള്ള സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും പറയട്ടെ, കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് അത് 100 മേനി ഫലം കൊടുക്കുന്ന ഒരു ജീവിതമായിരിക്കാനാണ്. അതെ, താങ്കളെ കുറിച്ച് ദൈവത്തിന്റെ ഹിതം അത് 100 മേനി ഫലമാണ്.
ഒരിക്കലും നിങ്ങളൊരു ശൂന്യമായിരിക്കുവാനോ, ഒരു മരുഭൂമിയുടെ അനുഭവത്തിൽ ഇരിക്കുവാനോ, ഒരു പൊട്ടക്കിണറിന്റെ അനുഭവത്തിൽ ഇരിക്കുവാനോ, വരൾച്ചയുടെ അനുഭവത്തിൽ ഇരിക്കുവാനോ അല്ല യേശു നിങ്ങളെ സൃഷ്ടിച്ചത്. മറിച്ചോ 100 മിനി ഫലം കായ്ക്കുന്ന നല്ലൊരു വൃക്ഷം പോലെ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവരാജ്യത്തെ വെളിപ്പെടുത്തുന്ന, ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു നല്ലൊരു ജീവിതമായി ജീവിപ്പാനാണ് യേശു താങ്കളെ സൃഷ്ടിച്ചത്. ഇന്ന് പകൽക്കാലം അത് അനുഭവിക്കുന്ന അതെ, യേശു നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്തത്. അതിനുവേണ്ടി ഇന്ന് പല ഒന്നിച്ച് നമുക്ക് ആ ദൈവവചനത്തിൽ പ്രവേശിക്കുമ്പോൾ, ഒന്നിച്ച് ആ ദൈവസ്ഥലങ്ങളിൽ നമുക്ക് ഒന്നിച്ച് ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒന്നിച്ച് ദൈവവചനം ധ്യാനിക്കുമ്പോൾ അതിലേക്ക് അത് മനസ്സിലാകുവാൻ, അതിനെ ഗ്രഹിപ്പാനുള്ള ജ്ഞാനവും കൃപയും തരണമേ. ഒന്നിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് നിന്റെ സന്നിധിയിൽ ഈ ദൈവവചന ഭാഗത്തെ ധ്യാനിപ്പാനായി ഒരുങ്ങുമ്പോൾ അങ്ങയുടെ ആത്മാവ് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും കർത്താവേ, ദൈവവചനം ഗ്രഹിപ്പാൻ, അത് അവരുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ തക്കണം കർത്താവേ, നിന്റെ കൃപ പകർന്നു കൊടുക്കണമെന്ന് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യത്തിൽ അങ്ങ് നിറച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ. നമ്മൾ വായിച്ച ഭാഗത്ത് നാല് സ്ഥലത്ത് വിത്ത് വീണതായിട്ട് യേശു തന്നെ ഉപമയിൽ പറയുന്നു. ഒന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് വഴിയരികിലാണ്. അവിടെ വീണ വിത്തിന് പറ്റി സംഭവിച്ച കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അത് വഴിയരികിൽ വീണത് കൊണ്ട് പറമ്പജാതികൾ വന്ന് ആ വിത്ത് കൊത്തിക്കൊണ്ടുപോയി. യേശു പറയുന്നു, ഈ വിത്ത് എന്ന് പറയുന്നത് ദൈവവചനം മാത്രമേ. ദൈവവചനം നമ്മൾ കേൾക്കുന്നത് മാത്രമേ തന്നെ, നമ്മൾ ദൈവവചനം കേൾക്കാനായി ഇരിക്കുമ്പോൾ നമുക്ക് പലതരമായ കാര്യങ്ങൾ നമ്മൾ ഇടപെട്ട് പോകാറുണ്ട്. ഈ ഇടപെടുന്ന സമയം ശരിക്ക് ചെയ്യുന്നത് പിശാച് വന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ആ ദൈവവചനം വീഴാതെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും അതിനെ അങ്ങ് എടുത്തു മാറ്റിക്കളയും. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഉറപ്പ് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ വിശ്വാസം ആവശ്യമാണ്. ഈ വിശ്വാസം എന്ന് പറയുന്നത് ദൈവവചനത്തിലൂടെയാണ്. റോമാലേഖനം 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അതുകൊണ്ട് യേശുവിന്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ വിശ്വാസം വരത്തുള്ളൂ. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് നമുക്ക് വലുതും പ്രാപിച്ചെടുക്കുവാൻ പറ്റത്തുള്ളൂ. ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ഉയർന്ന ഭാവിൽ നമുക്ക് എത്തിച്ചേരുവാൻ പറ്റത്തുള്ളൂ. പക്ഷെ പിശാചിന് ഇത് അറിയാവുന്നത് കൊണ്ട് ആ വചനം നമ്മുടെ ഹൃദയത്തിൽ വീഴാതെ അത് ഇരിക്കാതിരിപ്പാൻ തക്കണം. പിശാച് ചെയ്യുന്ന കാര്യം അപ്പോൾ തന്നെ ആ വചനത്തെ മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മൾ വചനം കേൾക്കുന്നതിന് പല കാര്യങ്ങൾ ഇടപെടുന്നത് കൊണ്ടാകാം. എന്താണെങ്കിലും ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് ശ്രദ്ധിക്കുക. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണോ വീഴുന്നത്, അതോ കേൾക്കുന്നുണ്ടെന്നോളോ അത് നമ്മിൽ നിന്ന് പോകുന്നുവോ? ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാകട്ടെ. രണ്ടാമത്തെ കാര്യം പറയുന്നത്, അത് പാറമേൽ വീണ വിത്ത് പോലെ അത്രേ. എന്താ ഈ പാറമേൽ എന്ന് പറയുന്നത്? വചനം നമ്മുടെ ഹൃദയത്തിൽ വീഴുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്, വളരെ സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ആ വചനത്തിൽ നമുക്ക് ധ്യാനിക്കാൻ പറ്റുന്നില്ല. നമുക്കറിയാം, സങ്കീർത്തനം 1-ാം അധ്യായത്തിൽ പറയുന്നു, അവന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവനെ ഹല്ലേലൂയ, അവനത്ര ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തെ പോലെ ഇരിക്കുന്നത്, അവനത്ര തക്ക കാലത്ത് ഫലം കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വീണ വിത്ത് അത് നമ്മൾ ധ്യാനിക്കാത്തത്രയും കാലം, അതിൽ സന്തോഷിച്ച് നമ്മൾ ധ്യാനിക്കാത്ത കാലം അതിന് വേരുണ്ടാകുകയില്ല. ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, ജീവിതത്തിലെ സാഹചര്യങ്ങളുടെ നടുവിൽ വരുമ്പോൾ നമ്മൾ കേട്ട വചനങ്ങൾ മറക്കുന്നു. നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? നമ്മൾ ഉടഞ്ഞ പാത്രം പോലെ ആയിത്തീരുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് അതിനു വേണ്ടിയല്ല താങ്കളെ സൃഷ്ടിച്ചത്. പ്രതികൂലങ്ങൾ വരട്ടെ, പ്രയാസങ്ങൾ വരട്ടെ, പക്ഷെ നമ്മുടെ ഉള്ളിൽ കർത്താവ് വിതച്ച ആ വചനം എന്ന വിത്ത്, അതിന്റെ ശക്തിയാൽ നമുക്ക് അതിനെ ആ പ്രതികൂലത്തെ മറികടന്ന് മുൻപോട്ട് പോകാൻ കഴിയും. ആകയാൽ നമ്മുടെ ഹൃദയത്തിൽ വീഴുന്ന വിത്ത്, ആ ദൈവവചനം നമ്മുടെ ഉള്ളിൽ നിന്നും പോകാതെ അതിനെ കാത്തു സൂക്ഷിക്കുക. അതിൽ നമ്മൾ ജാഗരിച്ചുകൊണ്ടേയിരിക്കുക. ആ വചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കുക. മൂന്നാമത്തെ കാര്യം ഇങ്ങനെ പറയുന്നു, മുള്ളിനിടയിൽ വീണ വിത്ത്. എന്തായി മുള്ളിനിടയിൽ വീണ വിത്ത്? വചനം വീഴുന്നുണ്ട്, അത് വളരുന്നുണ്ട്, ഫലം കായ്ക്കുന്നുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നമ്മളെ ഇങ്ങനെ ഞെരുക്കിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ചിന്തകൾ, ധനമോഹങ്ങൾ, സംസാര ഭോഗങ്ങൾ ഒക്കെ നമ്മളിങ്ങനെ ഞെരുക്കിക്കൊണ്ടിരിക്കുക. അവിടെ കർത്താവ് പ്രത്യേകം പറയുന്നു, അത് പൂർണ്ണമായും ഫലം കൊടുക്കാത്തതാണ്. പ്രേംഗലയിലേക്ക് വിളിക്കുന്ന അനേകർ പറയുന്നുണ്ട്, ഞാൻ കർത്താവിന് വേണ്ടി പ്രയോജനം, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ എനിക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല. അതിന്റെ വേദനയിൽ അനേകരെ വിളിക്കുന്നുണ്ട്. പ്രിയമുള്ളവർ, ഇന്ന് പാൽക്കാലം താങ്കളോട് ദൈവവചനം സംസാരിക്കുന്നത്. അതെ, താങ്കളോട് ഇന്ന് പാൽക്കാലം ഈ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്. എന്താ സംഭവിക്കുന്നത്? വചനം കേൾക്കുന്നുണ്ടോ? വചനം കേൾക്കുന്നുണ്ട്. ജാഗരിക്കുന്നുണ്ടോ? ജാഗരിക്കുന്നുണ്ട്. വേറുണ്ടോ? വേറുണ്ട്. പക്ഷെ അപ്പോഴും എന്ത് സംഭവിക്കുന്നു? വചനത്തോടൊപ്പം പ്രതികൂലങ്ങൾ വന്ന് നമ്മളെ ഞെരുക്കി കളഞ്ഞിട്ട് വേണ്ടതുപോലെ ഫലം കൊടുക്കുവാൻ കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, ഇന്ന് പാൽക്കാലം ഈ സാഹചര്യത്തിന് മാറ്റം വരികയാണ്. എന്താ? നാലാമത്തെ ഭാഗത്തിനകത്ത് യേശു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അത് നല്ല നിലത്തിൽ വീണ വിത്ത്. എന്താ ഈ നല്ല നിലത്തിൽ വീണ വിത്ത് എന്ന് യേശു പറയുന്നത്?
ആ വചനം കേൾക്കുന്നു, അത് സ്വീകരിക്കുന്നു. എന്നിട്ട് തന്നെ യേശു പറഞ്ഞു, വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദീർഘക്ഷമയോടുകൂടെ കാത്തിരുന്നു അത് 100 മേനി ഫലം കൊടുക്കുന്ന വിത്ത്. ഹല്ലേലൂയ. ആ നല്ലൊരു ഹൃദയം, ഗ്ലോറി ടു ഗോഡ്. ആ നല്ല ഹൃദയം, ആ ഹൃദയത്തിൽ അത്രേ ആ വചനം സൂക്ഷിച്ചു വെച്ച്, അതിൽ സംഗ്രഹിച്ചു വെച്ച്, കാത്തു സൂക്ഷിച്ചു 100 മേനി ഫലം കൊടുക്കുവാൻ കഴിയത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. താങ്കളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്, എന്നെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ഫലമില്ലാത്തൊരു വൃക്ഷം പോലെ ഇരിക്കാനല്ല ആഗ്രഹിക്കുന്നത്, 100 മേനി ഫലം കായ്ക്കുന്നൊരു വൃക്ഷം. ഹല്ലേലൂയ. ആ കരങ്ങൾ മാർബോട് പിടിച്ചുകൊണ്ട് താങ്കളെ കൂടി തന്നെ താങ്കൾ പറഞ്ഞാട്ടെ, യേശു എന്നെ സൃഷ്ടിച്ചത്, കർത്താവ് എന്നെ സൃഷ്ടിച്ചത് ഫലമില്ലാത്ത വ്യക്തിയായിട്ടിരിക്കുവാനല്ല, മറിച്ച് 100 മേനി ഫലം കായ്ക്കുന്ന, കർത്താവിന് മഹത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാനാ, ഒരു ജീവിതമായിരിക്കാനാ കർത്താവ് താങ്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ താങ്കളുടെ കുടുംബ ജീവിതത്തിൽ പരാജയങ്ങൾ നേരിട്ടിരിക്കാം, ജീവിതത്തിൽ ബിസിനസ്സിൽ തകർച്ചകൾ ഉണ്ടായേക്കാം. ഹല്ലേലൂയ. എല്ലാം പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ലെന്ന് വിവരിക്കാം. ഒരുപക്ഷെ ഇപ്പോഴും ഇരിക്കുന്നത് ഫലമില്ലാത്തൊരു വൃക്ഷത്തെ പോലെ ശൂന്യമായ അവസ്ഥയിലായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവ് താങ്കൾക്ക് ഒരു നല്ലൊരു ഹൃദയത്തെ തരുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ആര് ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ ആ ഒരു നല്ലൊരു ഹൃദയം എനിക്ക് വേണം. അങ്ങയുടെ വചനത്തെ സ്വീകരിച്ച് അതിനെ ധ്യാനിച്ച് അതിന് 100 മേനി ഫലം കൊടുക്കുന്ന നല്ലൊരു വൃക്ഷമായി, നല്ലൊരു മണ്ണാകിയ ഹൃദയം എനിക്ക് തരണം കർത്താവേ. ആരിന്ന് പകൽക്കാലം പ്രാർത്ഥിക്കും. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 12-ാം വാക്യത്തില് നാം ഇങ്ങനെ ഒരു വചനം വായിക്കുന്നു, ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ അവൻ 100 മേനി അവന് വിളവ് കിട്ടി, അവൻ വർദ്ധിച്ചു മഹാധനവാനായി തീർന്നു. ഇസഹാക്ക് ആ ആണ്ടിൽ വിതച്ചപ്പോൾ അവൻ 100 മേനി ഫലം കൊയ്തത്. ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, മാതാവേ, പിതാവേ, യുവതി യുവാവേ, കുഞ്ഞുങ്ങളെ, ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച സന്തതിയാണ് നമ്മൾ. ആകെ നമ്മുടെ ഈ കരങ്ങളിൽ വിതയ്ക്കുന്നത് 100 മേനി കൊയ്യുവാൻ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നു. അത് ഈ കരം കൊണ്ട് തന്നെ നമ്മൾ കൊയ്യും. ഹല്ലേലൂയ. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. കഴിയുമെങ്കിൽ ആ സ്ഥലങ്ങളിൽ ഒന്നിച്ചെഴുന്നേറ്റ് നിന്നാട്ടെ, ആ ഭവനങ്ങളിലുള്ളവർ ഒന്നിച്ചെഴുന്നേറ്റ് നിന്നാട്ടെ. ഇന്ന് പകൽ ഈ ദൈവവചനത്തിന്റെ ശക്തി താങ്കളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുക. ആ 3 അനുഭവങ്ങൾ മാറുക. ആ വഴിയരികിൽ വീണത്, പാറമേൽ വീണത്, മുള്ളിന്റെ ഇടയിൽ വീണ അനുഭവങ്ങൾ ഇന്ന് വരെയും അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് പകൽ ആ സാഹിത്യം മാറുക. നല്ലൊരു ഹൃദയം ദൈവം നമുക്ക് തരാൻ പോകുക. 100 മേനി ഫലം കൊടുക്കുന്ന നല്ലൊരു ഹൃദയം ഇന്ന് പകൽ ആ സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിന്നു എന്ന് ഞാൻ വിശ്വസിക്കുക. ഒന്നിച്ച് നമുക്ക് കരങ്ങളെ ദൈവസന്നിധിയിൽ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ വലിയൊരു സാന്നിധ്യം ഇപ്പോൾ തന്നെ നിങ്ങൾ ആയിരിക്കുന്ന ഭവനങ്ങളിൽ, ആ റൂമുകൾ, ഒരുപക്ഷെ വാഹനത്തിലിരുന്ന് ഇന്റർനെറ്റിലൂടെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. ആ വാഹനത്തിനുള്ളിലും ആ ദൈവത്തിന്റെ അതേ സാന്നിധ്യം ഇപ്പോൾ തന്നെ ഒന്നിച്ച് ആ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞാൻ ഒന്നിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഓ താങ്ക് യു ലോർഡ്. കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്ന് പാൽക്കാലം കർത്താവേ, നിന്റെ ജനത്തെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം കർത്താവേ ഇപ്പോൾ തന്നെ അവർ ആയിരിക്കുന്ന റൂമുകളിലേക്ക് കർത്താവേ ഇറങ്ങി ചെല്ലുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ വാഹനത്തിലാണെങ്കിൽ, ആ റോഡിലാണെങ്കിൽ, കർത്താവേ ഹോസ്റ്റൽ റൂമിലാണെങ്കിൽ, ഹോസ്പിറ്റലിൽ, കർത്താവേ വാർഡിലാണെങ്കിൽ, ICUവിലാണെങ്കിൽ, കർത്താവേ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ മേലും ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ആ നല്ലൊരു ഹൃദയം ഇപ്പോൾ തന്നെ അങ്ങ് കർത്താവേ അവരുടെ ഉള്ളിലെ പകരുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വചനത്തെ സ്വീകരിച്ച് അതിനെ ധ്യാനിച്ച് അതിനെ കർത്താവേ വേരുളവാക്കി കർത്താവേ 100 മേനി ഫലം കൊടുക്കുന്ന കർത്താവേ വൃക്ഷങ്ങൾ കർത്താവേ ആയിത്തീരുന്ന ജീവിതങ്ങളാക്കി ഓരോരുത്തരെയും അങ്ങ് തീർത്താട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ ആ ശരീരത്തിലുള്ള ക്ഷീണം മാറട്ടെ. ദൈവവചനത്തിന്റെ ശക്തിയാൽ ആ ശരീരത്തിലെ മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. ദൈവവചനത്തിന്റെ ശക്തിയാൽ ആ ശരീരത്തിൽ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു കർത്താവേ. ദൈവിക സൗഖ്യം ഉണ്ടാകട്ടെ, അകത്തും പുറത്തും ഒരുപോലെ വ്യക്തമായി വിടുതൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങതങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. മറന്നുപോകല്, ഇന്ന് 3-ാം തീയതിയില് ട്രിവാൻഡ്രത്ത് സത്യൻ മെമ്മോറിയൽ ഹാളിൽ വെച്ച് രാവിലെ പ്രൈം കേരളയുടെ കുടുംബ സംഗമം ഉണ്ടായിരിക്കുന്നതാണ്. ബ്രദർ സാമും ടീമും ഇപ്പോൾ തന്നെ ട്രിവാൻഡ്രത്തുണ്ട്. അല്പം മിനിറ്റുകൾക്കുള്ളിൽ അവർ അവിടെ എത്തിച്ചേരുന്നതായിരിക്കും. അനേകർ ഇതിനോടകം വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ പ്രഭാതത്തിൽ അവിടെ എത്തുമെന്ന്. തീർച്ചയായിട്ടും പ്രയർ കഴിഞ്ഞ ഉടനെ റെഡിയാകുക, വേഗത്തിൽ അങ്ങോട്ട് വരിക, നമുക്ക് ഒന്നിച്ച് കാണാം. ദൈവത്തിന് വലിയ നന്മകൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും. തുടർന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ടെലിഫോൺ കോൾ വന്നിട്ടുണ്ട്, അത് എടുത്തുകൊള്ളട്ടെ. ഹല്ലേലൂയ. അമ്മണി ജേക്കബ് മാവേലിക്കരുന്ന് വിളിച്ചിരിക്കുന്നു. കൊച്ചുമകൾ 18 വയസ്സ്, ഫിറ്റ്സ് വരുന്നു, പഠനം അനുഗ്രഹിക്കപ്പെടണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ മോളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ ഫിറ്റ്സ് പൂർണ്ണമായിട്ട് സൗഖ്യമാകട്ടെ. മോക്ക് പഠിക്കുവാനുള്ള കഴിവും ശക്തിയും ബുദ്ധിയും ആരോഗ്യം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം.
യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ശോഭ മാങ്ങാനത്തുനിന്ന് വിളിച്ചിരിക്കുന്നു. 13 വയസ്സുള്ള മിന്നുവിന് 4ാമത്തെ സ്റ്റേജാണ് ക്യാൻസറിന്റെ. 9 മാസം കീമോ ചെയ്യണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ പൈതലിന്റെ ക്യാൻസർ രോഗത്തെ യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകുവാൻ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അടിപ്പിണരുകളാൽ തന്റെ പൈതലിന് ഇപ്പോൾ തന്നെ സൗഖ്യം വ്യാപരിക്കട്ടെ. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ഷൺമുഖം തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ബ്ലാഡറിനും കുടലിനും ഹോളുണ്ടായി, യൂറിനിലൂടെ മലം വരുന്നു. തിങ്കളാഴ്ച ഓപ്പറേഷൻ വേണ്ടി അഡ്മിറ്റ് ചെയ്യണം, പ്രാർത്ഥിക്കണം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ സഹോദരൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ആ രോഗം പൂർണ്ണമായിട്ട് സൗഖ്യമാകട്ടെ. ഓപ്പറേഷൻ ചെയ്യുന്നെങ്കിൽ കർത്താവേ, ആ സമയത്ത് അവിടുത്തെ സാന്നിധ്യം കൂടിയിരിക്കണം. യാതൊരു കുഴപ്പമില്ലാതെ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുവാൻ എന്റെ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഏലിയാമ്മ തോമസ് ചെങ്ങന്നൂന്ന് വിളിച്ചിരിക്കുന്നു. സമാധാനം അനുഭവിക്കുവാൻ, ടെൻഷൻ മാറണം. പരിശുദ്ധ കർത്താവെ, ഞങ്ങളെ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സ്നേഹത്താൽ തന്നെ മകളുടെ ഹൃദയം നിറയുവാനിടയാകട്ടെ. അത്ഭുതമന്ത്രിയുടെ സാന്നിധ്യം ഇപ്പോൾ ഇറങ്ങി സകല ദുർഘടങ്ങളും മാഞ്ഞു പോകട്ടെ. അത്ഭുതത്തിന്റെ സമാധാനം വെളിപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. പുഷ്പം ചെറുകിഴി വിളിച്ചിരിക്കുന്നു. മാനസിക ധൈര്യം ഉണ്ടാകണം. നരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ, ശരീരം മുഴുവൻ വേദന, ചികിത്സിച്ചു ഫലം കിട്ടുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ സഹോദരിയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ശാരീരികമായിട്ട് എല്ലാ പ്രയാസങ്ങളും എന്റെ കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യമാകട്ടെ. എന്റെ കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. രാജമ്മ ചിക്കാഗോയിൽ വിളിച്ചിരിക്കുന്നു. യൂട്രസിൽ ഫൈബ്രോയിഡ് സർജറി പറഞ്ഞിരിക്കുന്നു. മകൻ റിജോയ്ക്ക് ജോലി ലഭിക്കണം. പരിശുദ്ധ കർത്താവെ, ഞങ്ങളെ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മുഴകം മാറിപ്പോകട്ടെ കർത്താവെ. പൂർണ്ണ സൗഖ്യം, ആരോഗ്യം എന്റെ ദാസിയിൽ നിലനിൽക്കുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ പൈതലിന് തക്ക സമയത്ത് അവിടുന്ന് വഴിയും തുറന്നു കൊടുത്താട്ട്. അത്ഭുതമന്ത്രിയുടെ കരുതൽ അവിടെ വെളിപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ജലാശയം എൻ കണ്ണുകളാൽ ഞാൻ നോക്കിയിരുന്നു സംഗീത നഗരമതിൽ. എൻ രക്ഷയിൻ ഗോപുരം യേശുവല്ലോ. ആ ടെലിഫോൺ തിരികെ വന്നിട്ടുണ്ട്. ഞങ്ങളൊന്ന് എടുത്തുകൊള്ളട്ടെ. ഹലോ, സ്തോത്രം. എന്റെ പേര് ബിന്ദു എന്നാണ്. ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. പനമ്പാലത്തോന്നാണ് വിളിക്കുന്നത് ഇപ്പൊ. കോട്ടയം. എന്റെ കുഞ്ഞായിട്ട് ഭാരത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നപ്പോഴാണ് വിളിച്ചത്. അത് ഹാർട്ടിന്റെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഞാനത് വിളിച്ച് പറഞ്ഞിരുന്നു പ്രേം കേരളയില്. അപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞു. കുഞ്ഞിന് നല്ല വിടുതലുണ്ട്. അടുത്ത ആഴ്ച ഒന്നുകൂടെ ചെക്കപ്പിന് പോണം. ഇപ്പം പൂർണ്ണ വിടുതല് ജനിച്ചു കേൾക്കാനിടയാക്കണം. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചു. ദൈവം അതിന്റെ പ്രതിഫലം തന്നു കുഞ്ഞിന്. മോളുടെ പേര് ഏഞ്ചൽ എന്നായിരുന്നോ? വലിയ വിടുതല ദൈവം തന്നത് കുഞ്ഞിന്. മോളുടെ പേര് ഹോളായിരുന്നു. ഹലോ, മോളുടെ പേരെന്തായിരുന്നു? ഏഞ്ചൽ. ഏഞ്ചൽ. ഞങ്ങൾ പ്രാർത്ഥിച്ചതാണ്. അതെ. നമുക്കൊന്നിച്ച് ആ കുഞ്ഞിന് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കാം. നേരത്തെ ഒരു ദിവസം ടെലിഫോൺ ലൈനിൽ ഇവിടെ വന്ന് നമ്മൾ പ്രാർത്ഥിച്ച 3 മാസമായ കുഞ്ഞിന് ഉണ്ടായിരുന്ന ഒരു ഓപ്പറേഷൻ കാര്യമാണ്. ഹാർട്ടിൻ്റെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് ഭവനത്തിൽ അയക്കുന്ന അടുത്ത ദിവസം ഒരു ചെക്കപ്പ് ഉണ്ട്. അവിടെ ചെക്കപ്പ് പരിപൂർണ്ണമായൊരു സൗഖ്യം ആ കുഞ്ഞിന് ഉണ്ടാകേണ്ടതിന് ഒന്നിച്ച കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. അനേകം ഹോസ്പിറ്റലുകളിൽ ഈ ആരാധനയിൽ ഇപ്പോൾ പങ്കെടുക്കുന്ന ഓരോ രോഗികളുടെ മേലും ദൈവത്തിന് വ്യക്തമായ സൗഖ്യം ഇറങ്ങേണ്ടതിനായി നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ ഓരോരുത്തരുടെ മേൽ വ്യാപരിക്കേണ്ടതിനായി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന മുമ്പ് ഒരു ടെലിഫോൺ കോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എടുത്തുകൊള്ളട്ടെ. ഹലോ, ഹലോ 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 തിരുവനന്തപുരത്തു നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞാട്ടെ, ആരായിരുന്നു? തിരുവനന്തപുരത്ത് ഒരു സഹോദരനാണ് വിളിക്കുന്നത്. രാവിലെ പ്രോഗ്രാം കണ്ടപ്പോഴേ നിങ്ങളുടെ പാസ്റ്ററെ കാണുന്നില്ല. പാസ്റ്റർ തിരുവനന്തപുരത്ത് എപ്പോൾ എത്തുമെന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. പാസ്റ്റർ രാവിലെ 7 മണി തൊട്ട് 7 സമയത്താണോ തിരുവനന്തപുരത്ത് കാണുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ല പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ തന്നെ ട്രിവാൻഡ്രത്തുണ്ട്. അദ്ദേഹത്തിന്റെ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ വിളിക്കുന്നത്. അപ്പൊ ഈ സമയത്ത് ഹോളിൽ വന്നാൽ കാണാൻ പറ്റും പാസ്റ്ററെ എന്നറിയാൻ വേണ്ടിയായിരുന്നു. അദ്ദേഹം രാവിലെ 8 മണിയാകുമ്പോഴത്തേന് സത്യൻ മെമ്മോറിയൽ ഹാളിൽ ഉണ്ടായിരിക്കുന്നതാണ്. അദ്ദേഹവും ടീമും ഇന്നലെ രാത്രിയിൽ തന്നെ ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ട്. അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ശരി. അപ്പൊ ഞങ്ങൾക്ക് രാവിലെ 8 ആകുമ്പോൾ ഹോളിൽ വന്ന് കാണാൻ പറ്റും. തീർച്ചയായിട്ടും രാവിലെ 8 മണി മുതൽ അവിടെ ആൾക്കാർ അദ്ദേഹവും ടീമും ഉണ്ടായിരിക്കുന്നതാണ്. അറിയാൻ വേണ്ടിയായിരുന്നു. ഓക്കെ.
ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അനേകർ ഇതിനോടകത്ത് വിളിച്ചിരിക്കുകയാണ്. ഇന്നത്തെ പ്രയർ മീറ്റിംഗ് അനേകർ കടന്നു വരുന്നത്, പ്രത്യേകിച്ച് രാവിലെ 8 മണി മുതൽ നമ്മളവിടെ കൂടുന്നത് മാത്രം അനേകർ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് അവരുടെ പ്രാർത്ഥനയുടെ ഫലം വന്ന കാര്യം. അനേകർക്ക് ഓഫീസിൽ ജോലിക്ക് കടന്നു പോകേണ്ടവരുണ്ട്, 9:30 10 കയറേണ്ടവരുണ്ട്, 5 മണി വരെ അതിനകത്ത് ഓഫീസ് ജോലി തുടരേണ്ടവരുണ്ട്. അവർക്ക് അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് വന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ദൈവത്തോട് സന്നിധി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി ആണ് ഇതെന്നാണ് അവർ പറയുന്നത്. രാവിലെ 8 മണി മുതൽ പാസ്റ്റർ സാമും ടീമും സത്യൻ മെമ്മോറിയൽ ഹാളിൽ ഉണ്ടായിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും വേഗത്തിൽ തന്നെ ഈ പ്രേയറിന് ശേഷം വേഗത്തിൽ തന്നെ റെഡിയാകുക. ട്രിവാൻഡ്രത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരോടും ആ വിവരം അറിയിക്കുക. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒന്നിച്ച് നമുക്ക് ഇന്ന് ട്രിവാൻഡ്രത്ത് നടക്കുന്ന നമ്മുടെ പ്രേയർ മീറ്റിങ്ങിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബാംഗങ്ങളും ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് അനേകർ അവിടെ വരുവാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാം വിഷയങ്ങൾ കേട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന് വലിയ കൃപയും സാന്നിധ്യം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് ഇന്ന് പ്രേം കേരളയുടെ കർത്താവ് കുടുംബസംഗമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രാവിലെ 8 മണി മുതൽ കർത്താവെ ആ സത്യൻ മെമ്മോറിയൽ ഹാളിൽ നടക്കുന്ന ആ പ്രയർ മീറ്റിങ്ങിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകർ ഇപ്പോൾ തന്നെ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ കർത്താവെ. അവരുടെ യാത്രയിൽ അങ്ങ് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ കർത്താവെ. ഹല്ലേലൂയ. പാസ്റ്ററേയും ടീമിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവകൃപയാൽ അവരെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥ അനുകൂലമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സാഹചര്യം എല്ലാം അനുകൂലമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്നവർക്ക് ഓരോരുത്തർക്കും അത് അനുഗ്രഹവും കർത്താവേ ഓരോ രോഗികൾക്ക് അത് സൗഖ്യത്തിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ഹൃദയത്തിന് മുറിവുകളെ അങ്ങ് ഉണക്കി സൗഖ്യം പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക സന്തോഷത്തെ സമാധാനത്തെ ഓരോരുത്തരെയും നിറച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. റാഫിൽ തൃശ്ശൂരിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. റാഫിലിന്റെ അളിയൻ ഷുഗർ കൂടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ സഹോദരനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ ഷുഗർ നോർമലാകട്ടെ, ശാരീരികമായിട്ട് ബലപ്പെടട്ടെ. എന്റെ കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പത്തനംതിട്ടയിൽ നിന്ന് ഒരു സഹോദരൻ വിളിച്ചിരിക്കുന്നു. അമൃത ഹോസ്പിറ്റലിൽ ചെക്കപ്പ് കഴിഞ്ഞു. റിസൾട്ടിന് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുവാനായി പ്രത്യേകം പ്രാർത്ഥിക്കണം. പരിശുദ്ധ കർത്താവേ, നിന്റെ മകനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അടിപ്പിണരുകളാൽ തന്നെ പൈതലിന് സൗഖ്യവും ആരോഗ്യവും ഞങ്ങൾ വിളിച്ചു വരുത്തുന്നു കർത്താവേ. ആ റിസൾട്ട് എല്ലാം നോർമൽ ആകട്ടെ. ദൈവാത്ഭുതം പ്രവർത്തിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. മേഴ്സി തിരുവനന്തപുരത്ത് വിളിച്ചിരിക്കുന്നു. കൊച്ചുമകൻ റോയിയുടെ തലയിലെ നരമ്പ് പൊട്ടി ബ്ലഡ് പോകുന്നു. ഓപ്പറേഷൻ കൂടാതെ സൗഖ്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ മോനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ നരമ്പിന്റെ അസുഖമെല്ലാം പൂർണ്ണമായിട്ട് ഭേദമാകട്ടെ. ഓപ്പറേഷൻ കൂടാതെ തന്നെ കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. മോളി മല്ലപ്പള്ളി നിന്ന് വിളിച്ചിരിക്കുന്നു. 6 വയസ്സുള്ള എമിലി വീണു. ചെറിയ വേദന, ഉള്ളിൽ ഭയം മാറണം. പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ ഈ പൈതലിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യം ആ പൈതലിൽ ഇറങ്ങുവാനിടയാകട്ടെ. ആ ഭയത്തെ മാറ്റി ദൈവിക സന്തോഷം ആ കുഞ്ഞിന് കൊടുത്ത് അവൾ ഓടി നടക്കുവാനിടയാകട്ടെ. അത്ഭുതം കണ്ട് ആനന്ദിപ്പാൻ ഒരുക്കും. യേശുവിൻ നാമത്തിൽ. മരിയ നെയ്യാറ്റിൻകരന്ന് വിളിച്ചിരിക്കുന്നു. 12 വർഷമായി വാദത്തിന്റെ അസുഖമുണ്ട്. കാലിന് വേദനയും നീരുമുണ്ട്. പ്രാർത്ഥിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ വാദത്തിന്റെ അസുഖം പൂർണ്ണമായിട്ടും മാറട്ടെ. ശാരീരികമായിട്ട് പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. എന്റെ കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. തങ്കച്ചൻ മദ്ദളത്തുനിന്ന് വിളിച്ചിരിക്കുന്നു. ഫ്രണ്ട് തുളസിയുടെ വീടും വസ്തുവും വിൽക്കണം. ബ്രദർ ബെന്നിക്ക് മലവും മൂത്രം പോകുന്നില്ല. നാളെ ഓപ്പറേഷൻ ചെയ്യണം ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നു. മകൾക്ക് തൈറോയിഡ് ഉണ്ട്. വാടകയ്ക്ക് കൊടുക്കുന്ന കെട്ടിടം ഒഴിഞ്ഞു കിട്ടണം. പരിശുദ്ധ കർത്താവെ, ഈ വിഷയങ്ങൾ ഇതിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ വിൽക്കുവാനുള്ളത് തക്ക സമയത്ത് കർത്താവ് അതിനുള്ള വഴികളും വാതിലും തുറന്നു കൊടുത്താട്ട് തക്ക ആളുകൾ അവിടെ കടന്നു വന്ന ആ വസ്തു വിൽറ്റു പോകുവാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ മകന്റെ ഓപ്പറേഷൻ സക്സസ് ആയി തീരുവാൻ ദൈവിക കരുതൽ അവിടെ വെളിപ്പെടുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. യേശുവല്ലോ എന്നെ നടത്തുന്നവൻ. അനേക ടെലിഫോൺ കോളുകൾ ബ്രേക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ അത്യാവശ്യമായത് മാത്രമാണ് ഞങ്ങൾക്ക് സ്റ്റുഡിയോയിലോട്ട് എടുക്കാൻ പറ്റുന്നുള്ളൂ. അടുത്തൊരു ടെലിഫോൺ കോളിലൂടെ വന്നിട്ടുണ്ട്. ഞങ്ങളത് എടുത്തുകൊള്ളട്ടെ. ഹലോ 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 പറഞ്ഞാട്ടെ. ഞാൻ സാംബ്ര കോട്ടയത്ത് ട്രിവാൻഡ്രത്ത് സത്യൻ മെമ്മോറിയൽ ഹാളിന്റെ അടുത്ത് തന്നെ ഉണ്ട്. ഹലോ പാസ്റ്റർ സാം. ഹലോ പാസ്റ്റർ പറഞ്ഞാട്ടെ.
ഇന്ന് കടന്നു വരാനുള്ളവർക്ക് തീർച്ചയായിട്ടും കടന്നു വരിക. ഉച്ച കഴിഞ്ഞ് മഴയുണ്ട്. അതിന് മുമ്പായിട്ട് 12:30 നമുക്ക് പ്രാർത്ഥന നിർത്തണമെന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. 8 മണി മുതൽ ഞങ്ങൾ തീർച്ചയായിട്ടും ആ ഗേറ്റിനകത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉണ്ടാകും. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് രോഗികള്, വിശിഷ്യ സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികളെ കൊണ്ട് വരുവാൻ ഒരുപാട് പേരൻസ് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കടന്നു വരിക, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പാസ്റ്റർ, ഇതിനോടകത്ത് തന്നെ അനേകം കോളുകൾ വന്നു. പാസ്റ്റർ രാവിലെ കാണാത്തത് കൊണ്ട് പാസ്റ്റർ എന്ത് ചെയ്യുന്നു തിരക്കുണ്ട്. അതുപോലെ തന്നെ 8 മണിക്ക് അവിടെ പ്രേം കേരള രാവിലെ ലൈവ് ഉള്ളത് കൊണ്ട് 8 മണിക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുമോ എന്നുള്ള സംശയത്തിലൊക്കെ അനേകരവിടെ വിളിക്കുന്നുണ്ട്. രാവിലെ തന്നെ എത്തിച്ചേരും. ഓക്കെ. നമ്മുടെ ബ്രദർ സാമാണ് ഇപ്പോൾ നമ്മുടെ ടെലിഫോൺ ലൈനിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം ടീമും ട്രിവാൻഡ്രത്ത് ഇപ്പോൾ തന്നെയുണ്ട്. 8 മണിക്ക് അവർ അവിടെ എത്തുമെന്ന് അവിടെ നമ്മൾ വീണ്ടും അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് കുട്ടികളുമായിട്ട് അനേകർ കടന്നു വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമായിരിക്കും. തീർച്ചയായിട്ടും വേഗത്തിൽ തന്നെ കടന്നു വരിക. പറഞ്ഞതുപോലെ ഉച്ച കഴിഞ്ഞ് മഴയ്ക്കുള്ള കാരണങ്ങളുള്ളതുകൊണ്ട് എത്രയും പരമാവധി വേഗത്തിൽ തന്നെ പ്രയറിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പ്രഭാതത്തിൽ തന്നെ കടന്നു വരിക. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാൻ അനേകർ തന്നെ ഇപ്പോൾ തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. യാത്ര തുടങ്ങിയവരുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കേണ്ടതിനായി. അതോടൊപ്പം തന്നെ ടെലിഫോൺ ലൈനിൽ വന്ന് നമുക്ക് ആ ഏഞ്ചലിന് വേണ്ടി 3 മാസം പ്രായമുള്ള ആ കുഞ്ഞിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അത്ഭുതകരമായ സൗഖ്യം ആ കുഞ്ഞിൻ്റെ മേൽ ഉണ്ടാകേണ്ടതിനായി, ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ ഉണ്ടാകേണ്ടതിനായി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നവജാത ശിശുക്കൾ അവർ ജനിച്ച് വീണതിനെ തുടർന്ന് അവരെ തുടർന്നുള്ള പ്രയാസങ്ങൾ വളരെ അനുഭവിക്കുന്നുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അത്ഭുത സൗഖ്യം ഓരോ കുഞ്ഞുങ്ങളുടെ മേൽ വ്യക്തമായി ഉണ്ടാകേണ്ടതിനായി കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് ഏഞ്ചലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞിൻ്റെ മേൽ വ്യക്തമായ സൗഖ്യം അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അടുത്ത ദിവസം ചെക്കപ്പിന് പോകുമ്പോൾ കർത്താവിൻ്റെ കൃപ കൂടി ഇരുന്നാട്ടെ എന്ന് പ്രാർത്ഥിക്കും. അതോടൊപ്പം നവജാത ശിശുക്കൾക്കായി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം അവിടെ സംഭവിക്കട്ടെ. ആ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവിക വിടുതൽ നൽകി കൊടുത്താണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ ക്യാരിങ്ങിലായിരിക്കുന്ന അനേകർ കർത്താവെ സഹോദരിമാർ അവർക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നുവല്ലോ. ഞങ്ങളിപ്പോൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ നിന്റെ ചിറകിന്റെ മറവിൽ ഞങ്ങളുടെ പ്രിയ സഹോദരിമാരെ കാത്തു പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് ടെമ്പോ പൂർത്തിയാക്കി കർത്താവെ നല്ലൊരു ഡെലിവറി ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവകൃപയാൽ അവരെ നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഏലിയാമ്മ തിരുവനന്തപുരത്ത് വിളിച്ചിരിക്കുന്നു. വയൽസ് ബ്ലീഡിംഗ് ഭാരപ്പെടുന്നു. കോടതിയിൽ കേസുണ്ട്. ഇന്ന് വിധിയുണ്ടാകും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ മാതാവിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ ശാരീരികമായിട്ട് അസ്വസ്ഥത പൂർണ്ണ സൗഖ്യം ലഭിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ കോടതി വിധി അവർക്ക് അനുകൂലമായി ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എന്റെ കർത്താവ് പ്രാർത്ഥന കേട്ട് മറുപടി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. റോബർട്ട് കാട്ടാക്കടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. 6 വർഷമായി ചൊറിച്ചിലിന്റെ അസുഖമുണ്ട്, വയറ്റിൽ ഗ്യാസ് പ്രോബ്ലം ഉണ്ട്, സാമ്പത്തിക പ്രയാസം ഉണ്ട്. പരിശുദ്ധ കർത്താവെ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകന്റെ ആ ചൊറിച്ചിലിന്റെ അസ്വസ്ഥത ജനിപ്പിക്കുന്ന സാഹചര്യം എന്ത് തന്നെ ആയിരുന്നാലും ഇപ്പോൾ തന്നെ അത് ശരീരം വിട്ട് പുറത്തു പോകട്ടെ. പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും ഞങ്ങൾ വിളിച്ചു വരുത്തുന്നു കർത്താവെ. അതുപോലെ ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ തന്നെ പൂർണ്ണമായി പോകട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് ആനന്ദിപ്പാൻ ഒരുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ബീന കാട്ടക്കടയിൽ വിളിച്ചിരുന്നു. ഹസ്ബൻഡിന് കാലിന് വേദനയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ സഹോദരനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ കാലിന്റെ വേദനയെല്ലാം പൂർണ്ണമായിട്ട് മാറട്ടെ. ശാരീരികമായിട്ട് പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. എന്റെ കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. മോളി മുളന്തരത്തിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. 21ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. പരിശുദ്ധ കർത്താവ് ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സംവത്സരങ്ങളെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവത്തിന്റെ സമൃദ്ധി ഈ വർഷം അവർ അനുഭവിപ്പാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉപരി പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനവും വിവേകവും കൊടുത്ത് ഒരു പൂർണ്ണ നിയന്ത്രണം ദൈവത്താലുള്ള ഭരിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ തന്റെ മക്കളെ ഇടയാക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. മീന എറണാകുളത്ത് വിളിച്ചിരിക്കുന്നു. മകൻ അഖിലിന് ഇന്ന് ദുബായിൽ വെച്ച ഇന്റർവ്യൂ ഉണ്ട്. കടഭാരം മാറണം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഖിലിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഇന്ന് നടക്കുന്ന ഇന്റർവ്യൂവിന് ഉന്നതമായിട്ട് വിജയമുണ്ടാകട്ടെ. സാമ്പത്തിക കടഭാരങ്ങളെല്ലാം മാറട്ടെ. ശാരീരികമായ സൗഖ്യം അനുഭവിക്കട്ടെ. എന്റെ കർത്താവ് പൂർണ്ണമായ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സാജൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. പോലീസ് കോൺസ്റ്റബിൾ ആകുവാനുള്ള PSC ടെസ്റ്റ് കഴിഞ്ഞു. 15 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരും. അത് ലഭിക്കാനായി പ്രാർത്ഥിക്കണം. പരിശുദ്ധ കർത്താവേ നിന്റെ മകനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരുതൽ തന്റെ പൈതൽ അനുഭവിപ്പാനിടയാകട്ടെ. ആ റിസൾട്ട് വരുമ്പോൾ അവൻ അതിൽ പാസ്സായി എന്ന് കേൾക്കുവാനിടയാക്കണം. നന്മ കൊണ്ട് അലങ്കരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ.
പാസ്റ്റർ സാം ടെലിഫോൺ ലൈനിൽ തന്നെയുണ്ട്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം വരുന്നതായിരിക്കും. തുടർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹം റെഡിയാണ്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഹലോ ഹലോ പാസ്റ്റർ പറഞ്ഞാട്ടെ. ഹലോ ബ്രദർ സിനു, രോഗികൾക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഓക്കെ പാസ്റ്റർ. രോഗികൾക്കായി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങള് മെമ്മോറിയൽ ഹാളിന്റെ അരികിൽ തന്നെയുണ്ട്. 8 മണിക്ക് മുമ്പായി അവിടെ എത്തിച്ചേരും. കടന്നു വരുന്നവർ തീർച്ചയായിട്ടും നേരത്തെ തന്നെ എത്തിച്ചേരുക. നമുക്ക് കർത്താവ് അത്ഭുതകരമായി സൗഖ്യം നൽകും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിന്റെ നാമത്തിൽ കേരള കുടുംബാംഗങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോക രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഓരോ ജീവിതത്തെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ സൗഖ്യം മായ വിടുതല് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ. തളർന്നു കിടക്കുന്നവർ, വിവിധ കാരണം കൊണ്ട് തളർന്നു പോയവർ, യേശുവിന്റെ അത്ഭുതകരമായ സാന്നിധ്യവും ശക്തിയും നിമിത്തം ഇപ്പോൾ തന്നെ തുള്ളി ചാടി നടന്ന് യേശുവിനെ മഹിമപ്പെടുത്തട്ടെ. ക്യാൻസർ രോഗികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വിവിധ പീഡകളിലൂടെ കടന്നു പോകുന്നവർ, മാനസിക രോഗികൾ യേശുവിന്റെ സമാധാനവും സൗഖ്യവും വ്യക്തമായി അനുഭവിക്കട്ടെ. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഉദരസംബന്ധമായ രോഗത്തിലൂടെ പോകുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സമ്പൂർണ്ണ സൗഖ്യത്താൽ നിന്റെ മക്കളെ നിറയ്ക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയുടെ മാറ്റത്തിൽ രോഗങ്ങളിലൂടെ പോകുന്നവരുണ്ട്, അവിടുന്ന് അവരെ സൗഖ്യമാക്കും. യേശുവിന്റെ സമൃദ്ധമായ ജീവനാൽ അവിടുന്ന് അവരെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും യേശുവെ ഞങ്ങൾ അങ്ങേക്ക് തന്നെ അർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ ആമേൻ. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. അതെ, അവരുടെ പാസ്റ്റർ ടീമും സത്യൻ മെമ്മോറിയൽ ഹാളിന് അടുക്കെ തന്നെയുണ്ട്. അവർ 8 മണിക്ക് അവിടെ തന്നെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേഗത്തിൽ തന്നെ പ്രയർ കഴിഞ്ഞ ഉടനെ തന്നെ ഒരുങ്ങുക, കടന്നു പോകുക. അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. മാങ്ങാനത്തുനിന്ന് ലിസി വിളിച്ച് പറഞ്ഞിരിക്കുന്നത് മകൾ കഴിഞ്ഞ ദിവസം 5-ാം തീയതി മകൾ ലിജിക്ക് ഉണ്ടായിരുന്ന ഒരു ടെസ്റ്റ് പാസ്സാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അത് നല്ല മാർക്കോടെ പാസ്സായത് ഇവിടെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് പകല് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിശേഷ ട്രിവാൻഡ്രത്ത് സത്യൻ മെമ്മോറിയൽ ഹാളിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് വേഗത്തിൽ കടന്നു വരിക. മണക്കാലം എന്ന് ശാന്ത വിളിച്ച് പറഞ്ഞിരിക്കുന്നത് മകൻ സജിലിന് തൊണ്ടവേദനയും തൊണ്ടയിൽ തടിപ്പുമുണ്ട്. അവരുടെ വീട് പുതുക്കി പണിയുവാൻ ആരംഭിച്ചു. അതിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. കൊച്ചിയിൽ നിന്ന് ബോബി വിളിച്ച് പറഞ്ഞിരിക്കുന്നത് തന്റെ പരിചയത്തിലുള്ള ഒരു കുടുംബത്തിൽ അവിടുത്തെ ആ സഹോദരൻ ഹസ്ബൻഡ് മദ്യപാനത്തിൽ അടിമപ്പെട്ട് കിടക്കുന്നു. അദ്ദേഹത്തെ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകേണ്ടതിന് പ്രാർത്ഥിക്കണം. അവർക്ക് കടഭാരം അത് മാറേണ്ടതിന് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ മേൽ വെളിപ്പെടേണ്ടതിന് വേണ്ടി. അതുപോലെ തന്നെ സൂസി ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ചു പറഞ്ഞ ഹസ്ബൻഡ് ബേബിക്ക് യൂറിനറി കംപ്ലൈന്റ് ഇന്ന് ഒരു ടെസ്റ്റിന് കടന്നു പോകുന്നു. ഇന്ന് അനേകര് പലവിധമായ മെഡിക്കൽ ടെസ്റ്റുകൾക്കായി കടന്നു പോകുന്നവരുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാൻ സ്കാനിങ്ങിനായി കടന്നു പോകുന്നുണ്ട്. ദൈവത്തിന്റെ വ്യക്തമായ സൗഖ്യം ഓരോരുത്തരുടെ മേലും ഉണ്ടാകേണ്ടതിനായി. അതുപോലെ തന്നെ പല ഇന്റർവ്യൂവിന് വേണ്ടി അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ, എക്സാമിന് വേണ്ടി അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ, യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരൊക്കെയും പ്രേം കേരളയിൽ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ കൃപ ഓരോരുത്തരുടെ മേൽ ഉണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ശനിയാഴ്ച ദിവസം നമ്മൾ വെള്ളം പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. വേഗത്തിൽ അത് തയ്യാറാക്കി വെക്കുക. അടുത്ത സെഷനിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അനേകം രോഗികളെ സൗഖ്യമാക്കുവാൻ യേശുവിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം കർത്താവേ പലവിധമായ മെഡിക്കൽ ടെസ്റ്റുകൾക്ക് വേണ്ടി കടന്നു പോകുന്നവരുണ്ട്. കർത്താവേ, ഓപ്പറേഷന് വിധേയപ്പെടുന്നവരുണ്ട്. കർത്താവേ, ICUവിലും കർത്താവ് വെന്റിലേറ്ററിലും കിടക്കുന്ന രോഗികളുണ്ട്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നവരുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, നിന്റെ സൗഖ്യമാക്കുന്ന ശക്തി കർത്താവേ ഇപ്പോൾ തന്നെ അവരുടെ മേൽ ഇറങ്ങേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാൽ അങ്ങ് നിറയ്ക്കുമാറാകണമേ, വിടുതൽ നൽകുമാറാകണമേ. കർത്താവേ, അവരുടെ നാടെന്ന് തുള്ളിയും ചാടിയും ദൈവമേ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കണം ഇടയാകണമെന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഭവനത്തിന്റെ പണിക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നുണ്ട്. കർത്താവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വഴികൾ തുറന്നു വരട്ടെ, സാമ്പത്തിക നന്മകൾ തുറന്നു വരട്ടെ. കർത്താവേ, കാലാവസ്ഥ അനുകൂലമാകട്ടെ, സാഹചര്യങ്ങൾ ഒരുക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്ത ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം അവിടെ സംഭവിക്കുമാറാകട്ടെ, ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സകലവും നിന്റെ നാമമഹത്വത്തിനായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ജോളി തിരുവനന്തപുരത്ത് വിളിച്ചിരിക്കുന്നു. മകന് മെയ് 16 എക്സാം നല്ല റിസൾട്ട് കിട്ടണം. മകൾ മദ്രാസിൽ PGക്ക് പഠിക്കുന്നു. ഭാഷ പ്രശ്നമുണ്ട്. മക്കൾ 2 പേർക്കും നല്ല ഭാവി ഉണ്ടാകണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്.
ആ മകൻ 16-ാം തീയതി എക്സാം എഴുതുമ്പോൾ ഒരു നല്ല വിജയം ഉണ്ടാകട്ടെ. ഓക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാനെല്ലാം അനുഗ്രഹിക്കണം. കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഷീല കൊച്ചിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. കൊച്ചുമകൾ നേഹ ദുബൈയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നു. കൊച്ചുമകൾ 9ാം ക്ലാസ്സിലേക്ക് കയറുന്നു. പഠിക്കാൻ ഉത്സാഹം ഉണ്ടാകണം. പരിശുദ്ധ കർത്താവ് ഞങ്ങൾ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരുതലും പരിപാലനവും അനുഭവിക്കാനിടയാകട്ടെ. യാത്ര ക്ഷേമമായിരിക്കട്ടെ. കർത്താവെ പഠിക്കുവാനുള്ള ഉത്സാഹവും കർത്താവെ നന്മകളും ആ കുഞ്ഞിന് വെളിപ്പെടുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ജോഷി പുല്ലാടുന്ന് വിളിച്ചിരിക്കുന്നു. കടഭാരമുണ്ട്. വിദേശത്തെ ജോലിക്ക് പോകാനുള്ള പേപ്പറുകൾ ശരിയാണ്, മെഡിക്കലും ശരിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ സഹോദരൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ കടഭാരങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറട്ടെ. വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ പേപ്പറുകളും എത്രയും പെട്ടെന്ന് ശരിയാകട്ടെ. എന്റെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. റാഫേൽ തൃശ്ശൂരിൽ വിളിച്ചിരിക്കുന്നു. തൃശ്ശൂർ ദേശത്തെ പ്രാവുകളും കോഴികളും കൂട്ടത്തോടെ ചത്തുപോകുന്നു. പരിശുദ്ധ കർത്താവെ ഞങ്ങളെ ഈ ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതിലെ കർത്താവെ ബാധ ഒഴിഞ്ഞ് സ്വസ്ഥരായിരിക്കേണ്ടത് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നാശവും മാറിപ്പോകട്ടെ. ദൈവം അത് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ഓമന ഹരിപ്പാട് വിളിച്ചിരിക്കുന്നു. 20 ലക്ഷം രൂപ കടം ജൂൺ 15-ാം തീയതിക്ക് മുമ്പായി കൊടുക്കണം. വസ്തു വിൽക്കപ്പെടണം. മകൾ 6ാം തവണ എഴുതുന്ന ഒരു എക്സാം ഉണ്ട്, അത് പാസ്സാകണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ സഹോദരിയുടെ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ കടഭാരങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറട്ടെ. അതിനുവേണ്ടി അവിടുന്ന് പുതുവഴികൾ തുറക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ എക്സാം എഴുതുന്ന മോളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു ഉന്നത വിജയം ഉണ്ടാകട്ടെ. എന്റെ കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ബെന്നി എറണാകുളത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മകൾക്ക് മെയ് 26-ാം തീയതി MLS-ന്റെ ടെസ്റ്റ് ഉണ്ട്. പരിശുദ്ധ കർത്താവെ ഞങ്ങൾ ഈ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും നന്നായി ആ ടെസ്റ്റ് കർത്താവെ ചെയ്യുവാൻ തക്കമുള്ള പരിജ്ഞാനം തന്നെ പൈതലിന് ഉണ്ടാകട്ടെ. ദൈവിക കരുതൽ അവിടെ കൊടുക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. For your name is holy, holy Lord. For your name is holy, holy Lord. For your name is holy, holy. I worship you. I worship you. For your name is holy, holy Lord. For your name is holy, യേശുനാമം പരിശുദ്ധം, പരിശുദ്ധം എന്നെന്നുമേ. യേശുനാമം പരിശുദ്ധം, പരിശുദ്ധം. രാജ്യത്ത് ഇന്ന് ശനിയാഴ്ച ദിവസം നമ്മൾ വെള്ളം പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ഇന്നലെ ഞാൻ ടെലിഫോൺ ലൈനിൽ ഇരിക്കുമ്പോൾ അനേകർ വിളിച്ചു പറഞ്ഞത് ഇന്നത്തേക്ക് വെള്ളം റെഡിയാക്കി വെച്ചേക്കാം, അവർ രാവിലെ വെള്ളത്തിൻ്റെ പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരിക്കുക. അതോടൊപ്പം നമുക്ക് ഒന്നിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കയ്യിലുള്ള പ്രാർത്ഥന വിഷയം തിരുവല്ല ഇത് സൂസൻ എന്ന് പറഞ്ഞൊരു സഹോദരിയെ വിളിച്ചു തുടങ്ങി. അവർ 40 വർഷമായിട്ട് ഭർത്താവിൻ്റെ മദ്യപാനമാണ്, കുടുംബത്തിൽ സമാധാനമില്ല, അതുപോലെ കടഭാരമുണ്ട്, മകന് നേഴ്സാണ്, ഗവൺമെൻറ് ജോലി ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൾ അഞ്ചുമോക്ക് സ്കിൻ പ്രോബ്ലം ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച അനേകം മദ്യപാനികൾ അവരുടെ സഹോദരിമാർ ചെയ്ത കാര്യം നമ്മൾ പ്രാർത്ഥിക്കുന്ന വെള്ളം അവർ കൂടുതൽ പ്രാർത്ഥിച്ചിട്ട് അത് അവരറിയാതെ കൊടുത്തു. അനേകം മദ്യപാനത്തിൽ നിന്ന് നല്ലൊരു വിടുതൽ കർത്താവ് കൊടുത്തത് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ഉള്ളിൽ മരുന്ന് കഴിക്കുന്നത്. ഇന്നലെ ഒരു മാതാവ് വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞത്, ഹസ്ബൻഡിന് ക്യാൻസർ ആയിരുന്നു, ക്യാൻസർ സൗഖ്യമായി, പക്ഷേ അദ്ദേഹം അന്ന് മുതൽ കഴിച്ചു കൊണ്ടിരുന്ന മരുന്ന് മുഖാന്തരം ഇപ്പോൾ ഭയങ്കരമായി നെഞ്ചിരിച്ചില്ല. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് വെള്ളം എടുത്തു വെക്കണം, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വെള്ളം എടുത്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞങ്ങൾക്ക് ഇതിന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കരങ്ങളിൽ എടുത്തിരിക്കുന്ന വെള്ളത്തിന് നിങ്ങളുടെ കരങ്ങൾ വെച്ചാട്ടെ, അതുമേൽ പ്രാർത്ഥിച്ചാട്ടെ. യേശു അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വെള്ളത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഇത് ഔഷധ ഗുണമുള്ളതായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികളായിരിക്കുന്നവർ കർത്താവേ ഈ വെള്ളം കുടിക്കുമ്പോൾ അത്ഭുതകരമായ സൗഖ്യം ഇത് മുഖാന്തരം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അകത്ത് കർത്താവേ കാണപ്പെടുവാൻ കഴിയാതായ കർത്താവേ സ്കാനിങ്ങിന് കർത്താവേ മറ്റുള്ള കർത്താവേ മെഡിക്കൽ ടെസ്റ്റുകൾക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത പല രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ ഈ വെള്ളം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അങ്ങനെയുള്ള രോഗികൾ അത് കുടിക്കുമ്പോൾ അത് ഏത് കാരണം കൊണ്ടുള്ളത് ആ രോഗമുണ്ടായാലും അത് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് സൂസന കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ, ഹസ്ബൻഡിന് വ്യക്തമായ മാറ്റം ഉണ്ടാകട്ടെ, മദ്യപാനത്തിൽ നിന്ന് വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മകളുടെ സ്കിന്നിന്റെ പ്രോബ്ലം യേശുവിന്റെ നാമത്തിൽ മാറേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മകന് നല്ലൊരു ജോലി ലഭിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ അതങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അതുപോലെ ഇന്ന് ശനിയാഴ്ച ഇതിവിടെ വെച്ചാട്ടെ. ഇന്ന് ശനിയാഴ്ച നമ്മൾ നമ്മുടെ പ്രേംകാല അനേകർ ബർത്ത്ഡേ ഉണ്ട്, വെഡിങ് ആനിവേഴ്സറി ഉണ്ട്. നമ്മൾ ഒന്നിച്ച് ഇപ്പോൾ കേക്ക് മുറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു മാതാവ് ഒരു ലെറ്റർ അയച്ച് പറഞ്ഞത് അവരുടെ കൊച്ചുമോൾ മാനസിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ ബർത്ത്ഡേ ആണ്, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കടവന്തരെന്ന് അൻസൻ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് അൻസൻ്റെ 4ാമത്തെ പിറന്നാളാണ് എന്ന് നമുക്കൊന്നിച്ച് അൻസന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പത്തനംതിട്ട എന്ന് സൂസം വിളിച്ചിരിക്കുന്നത് 24ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ മോളി മുളന്തുരുത്തിൽ നിന്ന് 21ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. വെഡിങ് ആനിവേഴ്സറി ഉള്ളവർക്ക്, ബർത്ത്ഡേ ഉള്ളവർക്കെല്ലാം ഞങ്ങൾ നന്മകൾ നേരുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, നമുക്കൊന്നിച്ച് അത് അവർക്ക് വേണ്ടി കട്ട് ചെയ്യാം. ദൈവം വരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ പുതിയ വർഷത്തിൽ അനേകം കുഞ്ഞുങ്ങൾ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പുതിയ അഡ്മിഷന് വേണ്ടി മാതാപിതാക്കൾ വളരെയധികം ഭാരപ്പെടുന്നു. നല്ല സ്കൂളുകളിൽ, നല്ല കോളേജുകളിൽ അവർക്ക് നല്ല അഡ്മിഷൻ ലഭിക്കേണ്ടതിന് വേണ്ടി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഒന്നിച്ച് കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നീട്ടിക്കൊണ്ട് നമുക്കൊന്നിച്ച് നമ്മുടെ ബർത്ത്ഡേ വെഡിങ് അനുസരിച്ചുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പുതിയ വർഷം സകലവിധ നന്മകളാലും അവരെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, ദൈവകൃപയാൽ അവരെ നിറച്ചാട്ടെ, അത്ഭുതം അവിടെ സംഭവിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക ആരോഗ്യം ബലവും നൽകി കൊടുത്താണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരുണ്ട്. കർത്താവ്, ഞങ്ങൾ അവരുടെ കുടുംബത്തെ യേശുവിന്റെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വർധനവും വികസനവും നന്മയും അവർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകളാലും അങ്ങ് അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. അശ്വതി തിരുവനന്തപുരത്ത് വിളിച്ചിരിക്കുന്നു. 4 മാസമായി അച്ഛൻ രാമചന്ദ്രന്റെ കാലിലെ എല്ലിന് പൊട്ടൽ, സാമ്പത്തിക പ്രയാസമുണ്ട്, വീട് വിൽപ്പന നടത്തണം. അശ്വതിക്ക് വന്ന വിവാഹാലോചന ഫിക്സ് ചെയ്യാനുള്ള സാമർഥ്യമുണ്ടാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ സഹോദര കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ശാരീരികമായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളും മാറട്ടെ, ആ പിതാവ് പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. സാമ്പത്തികമായ അവിടുന്ന് പുതുവഴികൾ തുറക്കണമെന്ന് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആ വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അതിനായി പുതുവഴികൾ തുറക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ആമേൻ. നിഷ കാട്ടാക്കടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. നിഷയ്ക്ക് ചിക്കൻ ബോക്സ് ഭാരപ്പെടുന്നു. വീട്ടിലുള്ള മറ്റു മക്കൾക്ക് വരാതിരിക്കുവാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പകർച്ചവ്യാധികളിൽ നിന്ന് വിടുവിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കരുതൽ ആ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. കർത്താവേ, ഞങ്ങൾ ആ മകളെ അനുഗ്രഹിക്കുന്നു. അത്രയും പെട്ടെന്ന് അവൾ സുഖമായി എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ഓമനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഓസ്ട്രേലിയയിലുള്ള മകൾക്ക് ഇന്നലെ IELTSന്റെ എക്സാം ഉണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അവർ പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പറഞ്ഞ എല്ലാ വിഷയത്തിനുമേലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് അവർക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. IELTSന്റെ എക്സാം, നേഴ്സിംഗിന്റെ എക്സാം, അനേകം ബിടെക്കിന്റെ എക്സാം നടക്കുന്നു, എഞ്ചിനീയറിംഗിന്റെ എക്സാം നടക്കുന്നു. അനേകർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഉയർന്ന ക്ലാസ്സുകൾ പഠിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അത്ഭുതം അവിടെ സംഭവിക്കട്ടെ. കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് ഇന്ന് പാൽക്കാലം IELTS എക്സാം എഴുതുന്ന കർത്താവേ, നേഴ്സിംഗിന്റെ, കർത്താവേ, എഞ്ചിനീയറിംഗിന്റെ, ബിടെക്കിന്റെ, MBAയുടെ, കർത്താവേ, പല ഉയർന്ന ക്ലാസ്സുകളിൽ കോളേജുകളിലുള്ള പ്രൊഫഷണൽ കോളേജിലുള്ളവരുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപ കർത്താവ് ഓരോരുത്തരുടെ മേലും വെളിപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതോടൊപ്പം തന്നെ കർത്താവേ, പ്രേംകാലയിൽ ഇന്ന് പകല് കർത്താവ് ഈ 1 മണിക്കൂറിനുള്ളിൽ വന്ന ഈ സകല വിഷയങ്ങൾ കർത്താവേ, ഞങ്ങൾക്ക് ഇതെല്ലാം എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എങ്കിൽ കർത്താവേ, ഇത് വിളിച്ചു പറഞ്ഞ വ്യക്തികളെ, അവരുടെ വിഷയങ്ങളെ കർത്താവേ, അവരുടെ അവസ്ഥകൾ കർത്താവേ, സാഹചര്യങ്ങൾ അറിയുന്ന കർത്താവേ,
അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഇവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തന്നെ അത്ഭുതകരമായ വിടുതൽ അവിടെ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ ഹല്ലേലൂയ. അനേകരെ കർത്താവ് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവര് കർത്താവ് യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവ് റിസർവേഷൻ ടിക്കറ്റ് കിട്ടാതെ അനേകർ ഭാരപ്പെടുന്നുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ചിറകിന്റെ മീതെ അങ്ങ് വഹിക്കുന്ന ദൈവമെന്ന് കർത്താവെ ഞങ്ങൾ അറിയുന്ന കർത്താവെ, നിന്റെ പ്രിയപ്പെട്ടവരുടെ യാത്രയിൽ നിന്റെ സ്നേഹം നൽകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പാൽക്കാലം കർത്താവെ, ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പലവിധമായ ജോലി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ കൃപ അവരോട് കൂടെ ഇരിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഓരോരുത്തരുടെ യാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുമാറാകട്ടെ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ മഹത്വം കർത്താവെ ഓരോരുത്തരുടെ മേൽ വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ന് പാൽക്കാലം ഒന്നിച്ച് ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ രാജ്യത്തിന്മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കേരള സംസ്ഥാനത്തിന് മേൽ കർത്താവേ നിന്റെ അനുഗ്രഹം വരട്ടെ, നിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിന്റെ കൃപയാൽ ഓരോരുത്തരെയും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറന്നു പോകല്. ഇന്ന് 8 മണി മുതൽ സത്യൻ മെമ്മോറിയൽ ഹാളിൽ വെച്ച് പാസ്റ്റർ ടീമും നമുക്ക് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അനേകർ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന് എന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് തീർച്ചയായിട്ടും ഈ പ്രാവശ്യം വരുമ്പോൾ എന്നെ കൊണ്ടുവരേണ്ടത് തീർച്ചയായിട്ടും കൊണ്ടുവരിക പാസ്റ്റർ. നിങ്ങൾ അത് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തുടർന്നും വിളിക്കണം. ദൈവം നമുക്ക് ഒന്നിച്ച് കാണാം, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അഥവാ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ 0481265656 എന്ന ലാൻഡ് ഫോൺ നമ്പരും പ്രേയിങ് ഗാലറിയിൽ അവൈലബിൾ ആണ്. അതിലും വിളിക്കുക. നമുക്ക് ഒന്നിച്ച് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്താം, ഒന്നിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാം. ജോലിക്ക് കടന്നു പോകുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും അടുക്കളയിലായിരിക്കുമ്പോഴും നമ്മുടെ നാവിൽ നിന്നും ഈ പാട്ട് ഉയരട്ടെ. എന്നേശുവേ നീ എത്ര നല്ലവൻ, എന്നേശുവേ നീ എത്ര നല്ലവൻ, എന്നേശുവേ നീ എത്ര നല്ലവൻ, എന്നേശുവേ